ഗുഡ് മോർണിംഗ്. 24 പേരുള്ളല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തോണ്ടാണോ? ഓക്കെ, നമ്മളപ്പോ ഇക്വേഷൻസ് പഠിച്ചോണ്ടിരുന്നത് അല്ലേ? ഇവിടെ വരെ എത്തിയായിരുന്നു. പറഞ്ഞു 13ാമത്തെ കംപ്ലീറ്റ് ആക്കി അല്ലേ? 13 വരെയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ശ്രീജ റിപ്ലൈ അയച്ചിട്ടുണ്ട്. 13 നമ്മൾ പറഞ്ഞു. ടാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ ട്രീസ മാമിന് ഇതിന്റെ അഫക്ട് ചെയ്യുന്നു. ട്രീസ മാം അവിടെ നെക്സ്റ്റ് നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിന് ഈ ആഴ്ചയിലൂടെ നമ്മൾ ക്ലാസ് തീർക്കാൻ ഉള്ള ഇതാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് മാറി കയറിയതാട്ടോ. എനിക്കായിരുന്നു ശരിക്കും 5th ക്ലാസ് വരണ്ടേ, പക്ഷെ ട്രീസ മാം അവിടെ കയറി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി, അത്രേ ഉള്ളൂ. ഓക്കെ, അവർക്ക് ഈ ആഴ്ചയും കൊണ്ട് ക്ലാസ് കഴിയണം. തൊട്ട് പുറകെ തന്നെ നിങ്ങളുടെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓരോ ബാച്ച് വൈസ് ആണല്ലോ എക്സാം വരുന്നത്. ഈ ആഴ്ചക്ക് അവരുടെ നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിന് തീർക്കണം. ഇതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുവാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മള് എവിടെയാ 13ാമത്തെ ഇക്വേഷൻ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ മാസം എക്സാമാ നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളുടെ പോർഷൻസ് കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അവർക്ക് ഇപ്പൊ ഈ ആഴ്ചയും കൊണ്ട് നമ്മള് ക്ലാസ്സുകൾ ഒക്കെ തീർക്കാന്ന് വിചാരിച്ചാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതില് ലാസ്റ്റ് നിങ്ങൾക്ക് എടുക്കുന്നില്ല, മിസ് ഷെറീന മാം ആ മിസ്സിന്റെ കുറച്ച് ടോപ്പിക്കുകൾ അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഷെയർ ചെയ്ത് ഞങ്ങൾ ഇപ്പൊ എടുക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്ററിലാണ് ഞാൻ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നാളെ ഒരു ക്ലാസ്സോടുകൂടി പിന്നെ അവിടെ തീരേണ്ടതാണ് 5th. ഓക്കെ, നിങ്ങളുടെ എക്സാം ഒക്കെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇനി ഉണ്ടല്ലോ ചാപ്റ്ററുകളുണ്ട്. നമുക്ക് ഇനി 2 ചാപ്റ്റർ കൂടി ഉണ്ട്. ഇതുണ്ട് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്. അങ്ങനെ 2 ചാപ്റ്റർ കൂടി നമുക്ക് തീർക്കാനുണ്ട്. അശ്വതി മാമന്റെ ഇല്ലേ കുറച്ച് ചാപ്റ്റേഴ്സ് ഇല്ലേ തീർക്കാനായിട്ട്? ആർക്കടെയും ടോപ്പിക്ക് കഴിഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എക്സാം ഈ മാസം 24 24th ക്രിസ്മസിന്റെ സമയമല്ലേ? നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഡേറ്റ് ഒന്നും ആയിട്ടില്ല. എന്തായാലും ഇവിടെ നേരത്തെ നിങ്ങൾ അറിയിക്കും എന്നാ ഡേറ്റ് എന്നുള്ളതൊക്കെ. ഇവിടെ ടെക്നിക്കലിൽ നിന്ന് അയച്ചു തരും. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ നമുക്ക് 13ാമത്തെ ഇക്വേഷൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇനി അടുത്ത് നോക്കിയ 14ാമത്തെ നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് നോക്കിയേ, ഫോർമുല നോക്കിയേ. അപ്പോ വെന്റിലേറ്റർ നമ്മൾ പറഞ്ഞില്ലേ, ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാം അല്ലെ? വെന്റിലേറ്ററില് കിടക്കുന്ന പേഷ്യൻസിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതിനകത്ത് വരുന്ന ഇതാണ് ന്യൂമോണിയ. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന ന്യൂമോണിയയുടെ റേറ്റ്, അതിന്റെ ശതമാനം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസം റിപ്പോർട്ട് ചെയ്ത വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയയുടെ റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 100. അതെ, റേറ്റ് തന്നേക്കുന്നതുകൊണ്ട് ഫോർമുല ഇൻറ്റു 100 ആണ് കേട്ടോ. അവിടെ പെർസെന്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഇൻറ്റു 100. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് 1000 എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അല്ലെ? അതിനകത്ത് റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ പെർസെന്റേജ് ആയതുകൊണ്ട് അവിടെ ഇൻറ്റു 100 ആണ് വരാൻ ചാൻസ്. ഇതിൽ പ്രിന്റഡ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നത്. പ്രിന്റഡിന്റെ ഒരു ഇത് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് ക്ലിയർ ആക്കി തരാം. റേറ്റ് ഇത് ചോദിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇൻറ്റു 100 ആണ് വരുന്നത്. ഓക്കെ, എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. പ്രിന്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ 2-3 ഫോർമുലയിൽ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. ലാസ്റ്റത്തെ നമുക്ക് ഇൻറ്റു 100 തന്നെയാണ്. പ്രിന്റഡ് മിസ്റ്റേക്ക് ആവാനാ വഴിയുള്ളൂ.
number of ventilator associated pneumonia in a month divided by number of ventilator in that month into 100. ഇപ്പൊ നിങ്ങൾ 100 തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേക്കാം കേട്ടോ. 100. ഇനി അടുത്ത് നോക്കിയേ, അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. 14 എന്നുള്ളത്. അപ്പൊ അവിടെ വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയ, ഒരു മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ന്യൂമോണിയയുടെ നമ്പർ, എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തു, അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ്. ആ ഒരു മാസം മുഴുവനും വെന്റിലേറ്റർ ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് 15. Okay, central line associated bloodstream infection rate. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിനിൽ കൂടെ നമ്മൾ കൊടുക്കില്ലേ, വെയിനിലേക്കൊക്കെ നേരിട്ട് ഇൻജെക്ട് ചെയ്യുന്നത്, അതാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെയിനിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ബ്ലഡ് സ്ട്രീമിൽ വല്ല ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിപ്പ് ഇടുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഫോർമുല എങ്ങനെയാ നമ്മുടെ, നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതുക. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ആ ഒരു മാസം അവിടെ റിപ്പോർട്ട് ചെയ്ത ആ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ ആ നമ്പർ divided by എന്താണ്, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അവിടെ ആ ഒരു മാസം മുഴുവനും ചെയ്ത ആ ഒരു ഇത് സെൻട്രൽ ലൈൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ട്രിപ്പ് ഇടുമ്പോഴൊക്കെ വരുന്നതാണ്. അപ്പൊ അങ്ങനെ മൊത്തം അവിടെ ട്രിപ്പ് ഇട്ട അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത, വെയിനിലേക്കൊക്കെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. Okay, number of central line days in that month ഡിവൈഡ് ചെയ്യുക. അടുത്ത നോക്കി 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. പറഞ്ഞില്ലേ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ, സിസേഴ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാന്ന് നമ്മൾ പഠിച്ചു അല്ലെ. CSST-ലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, സ്റ്റെറിലൈസേഷനൊക്കെ പഠിച്ചപ്പോ പ്രോപ്പർ ആയിട്ട് അതുകൊണ്ട് എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചതാണ് നേരത്തെ അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യാത്തത് മൂലമൊക്കെ സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതെന്ന് പറഞ്ഞ ഒരുപാട് ഇതല്ലേ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇതാണ്. അപ്പൊ നമ്മൾ സർജറി ചെയ്യുന്നവർക്ക് അല്ലാത്ത ഇൻഫെക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ എത്ര ശതമാനം പേർക്ക് അങ്ങനെ വെന്റിലേറ്റർ അല്ല സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ പെർസെന്റേജ് നോക്കും. എന്നിട്ട് അതിന്റെ പെർസെന്റേജ് അവിടെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലില് നാം അക്രഡിറ്റേഷൻ കൊടുക്കില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ആ ഒരു മാസം റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം, സർജറി ചെയ്തതിൽ എത്ര പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായി, അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 100. ആണ് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻറ്റു 100 തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രിന്റഡിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. 100 തന്നെ എഴുതിയാൽ മതി നിങ്ങൾ. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ ഒരു മാസം അവിടെ റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസം മുഴുവൻ നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 16ാമത്തെ ടിക്കറ്റ് വെച്ചോ കേട്ടോ. 14, 16, 14, 16. ഇനി അടുത്ത് നോക്കിയേ 17. ഹാൻഡ് ഹൈജീനിക് കംപ്ലൈന്റ്സ് റേറ്റ്. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. അവിടെ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ ശതമാനം. ഹാൻഡ് ഹൈജീൻ കംപ്ലൈന്റ്സ് റേറ്റ്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ്.
നോക്കിയേ ഫോർമുല എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ പെർഫോം ചെയ്ത മൊത്തം ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ അതിന് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ ചെയ്യാൻ ഉള്ള അവസരങ്ങളുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നോക്കി അത് നമുക്ക് കറക്റ്റ് നേരെ നമുക്ക് എടുത്ത് എഴുതാം. ഓപ്ഷൻസിൽ നമുക്ക് എന്താ ആ ക്വസ്റ്റ്യൻ തന്നെ നേരെ നമ്മള് ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. ഓക്കെ, അതും ഒന്ന് ടിക്ക് ഇട്ട് വെച്ചേരെ കേട്ടോ. 70. ഓക്കെ, അടുത്ത് നോക്കിയേ 80. എന്താണ്? പെർസെന്റേജ് ഓഫ് cases who receive appropriate prophylactics. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ എന്താ prophylactics എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗ നിവാരണം. പ്രോഫൈലാക്റ്റിക്സ് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫിക് ടൈം ഫ്രെയിം. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് ഉചിതമായിട്ടുള്ള രോഗനിവാരണത്തിന് വേണ്ടിയുള്ള ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചവരുടെ സ്വീകരിച്ച കേസുകളുടെ പെർസെന്റേജ്. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് അവിടെ എത്ര പേര് ആ പ്രൊഫൈലാക്റ്റിക്സ് അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അവരുടെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയ ഫോർമുല: നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. ഒരു നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ അവിടെ അനുയോജ്യമായിട്ടുള്ള ഒരു രോഗനിവാരണ മരുന്നുകൾ ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ എണ്ണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ OT ഇൻറ്റു 100. അവിടെ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ആ സർജറി ചെയ്തവരിൽ എത്ര ആളുകള് ആ പ്രൊഫൈലാക്റ്റിക്സ് ആന്റിബയോട്ടിക്സ് രോഗനിവാരണത്തിന് വേണ്ടിയുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ന്യൂമറേറ്ററിലേക്ക് എടുത്തെഴുതാം. നമ്മൾ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാക്റ്റിക്സ് ആന്റിബയോട്ടിക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻറ്റു 100. പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ സർജറിക്ക് അവിടെ വിധേയരായിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 90. ഇത് പഠിക്കണം, ടിക്കറ്റ് വെച്ചോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. സർജറി റീഷെഡ്യൂൾ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? പല കാരണം കൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ സർജറി തീരുമാനിച്ചത് അതെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ റീഷെഡ്യൂൾ ചെയ്യും, വീണ്ടും ആ ഡേറ്റ് മാറ്റാം. അപ്പൊ അത് അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാതെ ഡേറ്റ് ഒക്കെ മാറ്റുന്ന ഈ റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. നോക്കി, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? മാറ്റിവെക്കുക. പോസ്റ്റ്പോൺമെന്റ് മാറ്റിവെക്കുക. ക്യാൻസൽ ചെയ്തതോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തത് മാറ്റിവെച്ചതോ ആയിട്ടുള്ള സർജറികൾ. അത് നോക്കി ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബിയോണ്ട് 4 hours, 4 മണിക്കൂറിനപ്പുറം. ഇപ്പൊ 1-2 മണിക്കൂറൊക്കെ നമ്മുടെ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത് 4 മണിക്കൂറിനപ്പുറം അതിന് കൂടുതൽ നേരത്തേക്ക് മാറ്റിവെച്ചതോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതോ ആയിട്ടുള്ള സർജറികൾ. ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്. ഒരു ഹോസ്പിറ്റലില് നമ്മള് അവിടെ റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസ് മൊത്തം പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ മൊത്തം സർജറി പ്ലാൻ ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇതോട് നോക്കിയത് 18th one.
പെർസെൻറ്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി, റീഷെഡ്യൂൾ ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെച്ച സർജറികളുടെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർജറി കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ ആൻഡ് പോസ്റ്റ്പോൺമെന്റ് ബിയോണ്ട് 4 hours, 4 മണിക്കൂറിനപ്പുറം മാറ്റിവെച്ചതോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതോ ആയിട്ടുള്ള സർജറികളുടെ എണ്ണാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ മൊത്തം അവിടെ എത്ര കേസുകൾ മൊത്തം പ്ലാൻ ചെയ്ത സർജറികളുടെ എണ്ണ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ? ടിക്കറ്റ് വെച്ചോട്ടോ, 17ഉം 19ഉം ടിക്കറ്റ് വെക്കാം. ഓക്കെ ആണോ? ഓക്കെ, ആകെ ഇന്ന് 30 പേര് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ട്രീസ മാമിന്റെ ആയിരുന്നു ഇന്ന് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ആർക്കിടെ ആയിരുന്നു? ട്രീസ മാമിന്റെ. ഓക്കെ. അപ്പൊ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് 20 നോക്കിയേ നമുക്ക്. Turn around the time for issue of blood and blood components. Turn around the time for issue of blood and blood component. ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സമയം, അതാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് കമ്പോണൻസും ഒക്കെ ഇഷ്യൂ ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, the time taken to be calculated from the time the request is received in the blood bank till ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ ബ്ലഡിന്റെ റിക്വസ്റ്റ് സ്വീകരിച്ച സമയം മുതൽ. എന്താ മനസ്സിലായോ? ബ്ലഡ് ബാങ്കിന്റെ ആ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ till എവിടെ വരിക? The blood is cross-matched or reserved and available for transfusion. അത് ക്രോസ് മാച്ച് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാകുന്ന ആ സമയം, അതുവരെയും കണക്കാക്കേണ്ട സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ, അത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ, അവിടെ മുതൽ ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ, റിസീവ് ചെയ്ത സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ എടുക്കുന്ന സമയം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാകുന്നത് വരെ കണക്കാക്കേണ്ട സമയമാണ് ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. എങ്ങനെയത് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ? സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ, നമ്മൾ മൊത്തം എടുത്ത സമയമാണ്. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ഓർ റിസർവ്ഡ്. അത് ഓർന്നാണ് കേട്ടോ, ഓർ റിസർവ്ഡ്. ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ചെയ്ത ടോട്ടൽ നമ്പർ, റിസർവ് ചെയ്ത ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളെ മൊത്തം എടുത്ത ആ സമയം, അതിന്റെ ടേൺ അറൗണ്ട് ടൈം ആണ്. ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതായത് നമ്മൾ മൊത്തം എടുത്ത സമയം, സം ഓഫ് ടൈം ടേക്കൺ, നമ്മൾ മൊത്തം എടുത്ത ടൈം, അതിന് എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്, മൊത്തം ക്രോസ് മാച്ച് ചെയ്ത അല്ലെങ്കിൽ റിസർവ് ചെയ്ത ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 21 നോക്കിയേ, ഇത് പഠിക്കേണ്ടതാണ്, ടിക്കറ്റ് വെച്ചോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ICUലൊക്കെ ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള ഒരു ഇതുണ്ട്. അതിന്റെ റേഷ്യോ നോക്കിയേ. ഇപ്പൊ നമുക്ക്
അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ പേഷ്യൻസിനെയും കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ പേഷ്യൻസും നമുക്ക് ഇത്ര പേഷ്യന്റിന് ഇത്ര നേഴ്സ് എന്നുള്ള ഒരു പെർസെന്റേജ് ഉണ്ട്. അവിടെ നോക്കിയ ഫോർമുല എങ്ങനെ കാണുന്നത്? നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്, അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് പേഷ്യൻസ് ഇത്ര ബെഡിന് ഇത്ര നേഴ്സ് എന്നുള്ള ഒരു റേഷ്യോ ആയിരിക്കും അവിടെ പറഞ്ഞേക്കുന്നത്. ഇത്ര ബെഡിന് ഇത്ര നേഴ്സ്, ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ളതാണ് ആ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. ICUs and ward, ICUയിലെയും വാർഡിലെയും നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എങ്ങനെ കാണുന്ന? നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, മൊത്തം നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്, അതിന്റെ ബെഡിന്റെ അനുസരിച്ച് ഓരോ ബെഡിന്റെ അനുസരിച്ച് നമ്മളത് ഡിവൈഡ് ചെയ്യുക, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21 നോട്ട് ചെയ്തിട്ട് കേട്ടോ, നോട്ട് ചെയ്തോ. 21. ഇനി അടുത്ത് നോക്കിയേ 22 ആണ് അടുത്തത്. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, കൺസൾട്ടേഷൻ ആയിട്ട് കാത്തിരിക്കുന്ന സമയം എങ്ങനെയാ? Waiting time is the length of time which one should wait in order for a specific action to happen after that action is called or mandated. Then, waiting time for outpatient consultation is the time from which the patient has come to be respected outpatient department till the time that is respected consultant begins the assessment. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു പ്രവർത്തനത്തിന് ഇപ്പൊ ഡോക്ടറിനെ കാണാനാണെങ്കിൽ അങ്ങനെ ആ കൺസൾട്ടേഷന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിർബന്ധിതമാക്കുകയോ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു പ്രവൃത്തി, അപ്പൊ ഡോക്ടർ നമ്മളെ അസസ് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയമാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ട ഡോക്ടറിനെ കാണണം, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിർബന്ധിതമാക്കുകയോ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന മുതൽ ആ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടർ നമ്മളെ അസസ് ചെയ്യാൻ വരെ എടുക്കുന്ന സമയമാണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടിനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് വന്ന സമയം മുതൽ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് വന്ന സമയം മുതൽ എവിടെ വരിക? ദ ടൈം ദാറ്റ് ഈസ് റെസ്പെക്റ്റഡ് കൺസൾട്ടന്റ് ബിഗിൻസ് ദ അസസ്മെന്റ്. ആ കൺസൾട്ടന്റ് മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെയുള്ള, അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയം ആണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ പറഞ്ഞേക്കുന്നേ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടന്റ് വെയിറ്റിംഗ് ടൈം എന്നത് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് വന്ന സമയം മുതൽ ആ ഒരു ഡോക്ടർ കൺസൾട്ടന്റ് അവരുടെ അസസ്മെന്റ് മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ, വെയിറ്റിംഗ് ടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. Patient ആ outpatient departmentലേക്ക് വന്ന സമയം മുതൽ, ഇവിടെ വരികയാന്ന് നോക്കിയേ, note the same till the time that a respected consultant begins the assessment. ആ കൺസൾട്ടന്റ് നമ്മള് അസസ് ചെയ്യുന്ന മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയം, അതിന്റെ ഇടയിലുള്ള ടൈം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫോർമുല നോക്കിയേ, സം ഓഫ് ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ, കൺസൾട്ടേഷനിലുള്ള ആകെ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട് പേഷ്യന്റ്, മൊത്തം ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സം
total patient in the time for consultation, waiting time for consultation, consultation ആയിട്ട് കാത്തിരിക്കുന്ന ആ ടൈം, അതിനുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ, അത് വെയിറ്റിംഗ് ടൈം, കൺസൾട്ടേഷന് വേണ്ടി കാത്തിരിക്കുന്ന പേഷ്യൻസിന്റെ മൊത്തം നമ്പർ. മനസ്സിലായോ? കൺസൾട്ടേഷന് വേണ്ടി കാത്തിരിക്കുന്ന പേഷ്യൻസിന്റെ മൊത്തം എണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ മൊത്തം അവിടെ അല്ലാതെ കൺസൾട്ടേഷനും അല്ലാതെ ഔട്ട് പേഷ്യന്റിന് വന്ന മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ ആയിട്ട് നമ്മൾ വന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യുക? മൊത്തം ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കി 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസിസിനായിട്ട് എടുത്ത സമയം, പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത സമയം, ഡയഗ്നോസിസ് ചെയ്യാൻ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സമയം. വെയിറ്റിംഗ് ടൈം, ഓക്കെ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഈസ് ദ ടൈം. Waiting time for the diagnosis is the time from which the patient has come to the diagnosis service till the time that is test is started. ഇതെല്ലാം സെയിം തന്നെയാ പറഞ്ഞേക്കുന്നതല്ല. ഒരു പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക്കില് വന്ന സമയം, ഡയഗ്നോസിസ് സർവീസിലേക്ക് വന്ന ടൈം മുതൽ എവിടെ വരെ എത്തിയത്? The time that the test is started. അപ്പൊ ഡയഗ്നോസ്റ്റിക് വന്ന അപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ? ചിലപ്പോ കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ ഒരു പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക്കില് വന്ന സമയം മുതൽ എവിടെ വരെയാണ്? ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ, ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം വരെ. അതിനെയാണ് നമ്മള് ഏതാണ് ഡയഗ്നോസ്റ്റിക്കില് എടുത്ത സമയം എന്ന് പറയുന്നത്, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ചിലപ്പോ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാം. അപ്പൊ ഒത്തിരി നേരം ആ പേഷ്യൻസിനെയൊക്കെ വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ടൈമൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കെല്ലാം പെർഫെക്റ്റ് അല്ല, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല എന്നുള്ള ഇതിലേക്ക് നമുക്ക് എത്താം. അപ്പൊ 23ാമത്തെ ഒന്ന് ടിക്കറ്റ് വെക്കുക കേട്ടോ. 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. നിങ്ങൾ ഞാൻ ആ ഫോർമുല ഒന്ന് വായിപ്പിക്കാം കേട്ടോ. നമ്മൾ നോട്ട് ചെയ്തിട്ടേക്കുന്ന ഫോർമുല ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ അത് ടിക്കറ്റ് തന്നെ വെക്കുക. 23 ആണ് പറഞ്ഞത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക്കില് വന്ന സമയം മുതൽ, ഡയഗ്നോസ്റ്റിക് സർവീസിൽ വന്ന സമയം മുതൽ അവർക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വരെയുള്ള സമയം. അങ്ങനെയാണ് പരിശോധന ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയം. ഇനി അടുത്ത് നോക്കിയേ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുത്ത ടൈം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഇത് നോട്ട് ചെയ്തിട്ടാ കേട്ടോ, ടിക്കറ്റ് വെച്ചു. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient leave the clinical unit. ഒരു കൺസൾട്ടന്റ് ഡിസ്ചാർജ് ഫോർമൽ ആയിട്ട്, ഒരു കൺസൾട്ടന്റ് ഡിസ്ചാർജ് ഔപചാരികമായിട്ട് ഫോർമലായിട്ട് ഔപചാരികമായിട്ട് അത് അംഗീകരിക്കുന്ന സമയം, അത് മുതൽ ആ ഒരു പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയം ഉണ്ടോ? ഡിസ്ചാർജ് ആൻഡ് എൻഡ്സ് വിത്ത് ദ പേഷ്യന്റ് ലിവിംഗ് ദ
ക്ലിനിക്കൽ യൂണിറ്റ്. ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെ എടുക്കുന്ന സമയം. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഡിസ്ചാർജ് ചെയ്ത പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റും അല്ലെ, ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും. എന്നാൽ ചില കേസുകളൊക്കെ നമുക്ക് രാവിലെ ഈ കൺസൾട്ടന്റ് ഡിസ്ചാർജ് പറഞ്ഞെങ്കിൽ പോലും എല്ലാം സെറ്റ് ചെയ്ത് ബില്ല് കാര്യങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആവോടുകൂടി നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റല് ക്ലിനിക്കൽ യൂണിറ്റ് നമുക്ക് വിടാൻ പറ്റുള്ളൂ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പൊ അത് പേഷ്യൻസിന് ഒരുപാട് സമയമൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത പേഷ്യൻസിന്റെ പെർസെന്റേജ് നോക്കും കണ്ടോ. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ഈ നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വരുന്നുണ്ട്. അപ്പൊ നോക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. അപ്പൊ അതിനു വേണ്ടി നോക്കുന്ന ചില മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ എങ്ങനെയാ ഒരു കൺസൾട്ടന്റ് ഫോർമലായിട്ട് ഡിസ്ചാർജ് അത് അറിയിച്ച സമയം മുതൽ ആ പേഷ്യന്റ് ആ ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെ എടുക്കുന്ന സമയം. ഫോർമുല ഒന്ന് പറയാമോ? എങ്ങനെ ഫോർമുല എഴുതാപ്പ? നമ്മൾ പറഞ്ഞ രീതിയിൽ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിനായിട്ട് എടുത്ത സമയം, അതിന്റെ സമ്മ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയം. അപ്പൊ കുറെ പേര് അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണത്തെ അങ്ങനെ മൊത്തം എന്ത് ചെയ്യുക, നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്, അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതും ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഡിസ്ചാർജിനായി എടുത്ത സമയം നോക്കിയേ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിനായി എടുത്ത സമയത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് പേഷ്യന്റ്, അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടോ? ക്ലിയർ ആയി പോകുന്നില്ലേ ഫോർമുലാസ്? ആ ഫോർമുലാസ് ഒക്കെ പറയുന്നതൊക്കെ ടിക്കറ്റ് തന്നെ പോവുക കേട്ടോ. ഇതിപ്പോ ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അതിനകത്ത് ഫോർമുലയിൽ തന്നെ നോട്ട് ചെയ്തിടാം. അപ്പൊ വേറെ ഒന്നും ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോകാം. ഇനി കുറച്ചും കൂടി ഉള്ളൂ. എന്തായാലും നമ്മൾ പഠിച്ചു കൊടുത്തോളില്ല. ഇനി 25 എത്തി 32 വരെയുള്ളൂ. മാക്സിമം തീർക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് തീർക്കാം. നോക്കിയേ 25 എന്താ? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ്. കോൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതം എന്നുള്ളതാണ് കേട്ടോ. സമ്മതം, കോൺസെന്റ്. ഇതിന്ന് എങ്ങനെ എക്സാം വന്നേന്നാ ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു സെക്ഷൻ നമ്മുടെ നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ 2-3 പേജുകൾ വരുന്നുണ്ടല്ലോ. 3 പേജ് അല്ലാതെ കൂടുതൽ വരുന്നുണ്ട്. ഇതിനകത്ത് 32 ഫോർമുലാസ് നിന്ന് ഏതെങ്കിലും 2 മാക്സിമം അത്രയൊക്കെ ചോദിക്കുള്ളൂ. ഇതിന് 2 ഫോർമുല ഏതെങ്കിലും നമുക്ക് കറക്റ്റ് ഫോർമുല ഏതാന്ന് ചോദിക്കുന്നത്. ഫൈൻഡ് ഔട്ട്. ഇപ്പൊ ഇത് ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ന്യൂമറേറ്ററിനെ കയറ്റി ആദ്യം നമ്മൾ മുകളിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ കയറ്റി ന്യൂമറേറ്ററിലേക്ക് ഇടുക ചെയ്യുന്നത്. നമ്പർ ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കണ്ടോ. ഡിസ്ചാർജിനായിട്ട് എടുത്ത സമയത്തെ നമ്പർ അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയാൽ 25. ഇതിന് വേറെ പാരഗ്രാഫ് ഒന്നും പഠിക്കണ്ട കേട്ടോ. അതിന് പഠിച്ച സമയം കളയണ്ട. ഇതിന് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ ഈ ഞാൻ ടിക്കറ്റ് തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് ഇത് എന്തായാലും പഠിക്കണം. അതിന് 1-2 ചോദിക്കും. 2 മാർക്ക് എന്തായാലും കിട്ടും ഈ ഒരു സെക്ഷനിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത്രയും 32 പഠിക്കാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് തന്നത്. ഒരു 10-15 എണ്ണോളം ഉണ്ടാവുള്ളൂ. പകുതിയോളം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഇത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് എഴുതി പോകാവുന്ന കാര്യമുള്ളൂ. സഫ്ന നോക്കി അടുത്ത 25 അല്ലേ.
Informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure or treatment which their risk and benefit, so as to make the patient able to take an informed decision to of his or health care. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ റിസ്കുകൾ, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറയാനുള്ള ഒരു അധികാരം ഹെൽത്ത് കെയർ പ്രൊവൈഡറിനുണ്ട്. ആ ഇൻഫർമേഷൻ പേഷ്യന്റിനോട് എന്തായാലും അത് എന്ത് ചെയ്യാം, പേഷ്യന്റിനോട് പറയണമെന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിന് എന്താണ് അവന്റെ ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ അവന് പ്രാപ്തരാകും. To make the patient able to take the informed decision of his or her ഹെൽത്ത് കെയർ. അപ്പൊ നമ്മളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പേഷ്യന്റിന് കഴിയും. അതാണ് രോഗിക്ക് നടപടിക്രമങ്ങളും അതിന്റെ സാധ്യതകളും, എന്തെങ്കിലും അപകടം വരാനുണ്ടെങ്കിൽ അതിന്റെ സാധ്യതയും നേട്ടങ്ങളും ചികിത്സ എന്നിവയെ കുറിച്ചൊക്കെ പേഷ്യന്റിന് എന്താണ് അറിയിക്കാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, അതിന് ബാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ തരുന്ന ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് പേഷ്യന്റിന് അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതാണ് ഫോർമുല. നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ്. ഇൻകംപ്ലീറ്റ് ആയത്, അപ്പൊ അങ്ങനെ ചെയ്യാത്തത്, അതാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാത്ത, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്, ഓർ ഇംപ്രോപ്പർ കോൺസെന്റ്, പ്രോപ്പർ അല്ലാത്ത സമ്മതമുള്ള റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ, അതിനെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്, ഡെത്ത് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് അവരുടെ ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ പേഷ്യന്റിന് കൊടുക്കാൻ, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ, ബെനിഫിറ്റ് എന്താന്നൊക്കെ നമ്മൾ അതിന്റെ റിസ്കുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇത് ചെയ്യുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെ പാസ് ചെയ്യണമെന്നില്ല. അപ്പൊ അവര് പാസ് ചെയ്യാത്തത് മൂലം, അതാണ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച കാരണം, അല്ലെങ്കിൽ ഈ മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് അല്ലാത്തത് മൂലം എന്താണ് പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകാം, അല്ലെങ്കിൽ പേഷ്യൻസിന് ഡെത്ത് ഒക്കെ സംഭവിക്കാം, അല്ലേ? അപ്പൊ ഇതിന്റെ ആ ഒരു പെർസെന്റേജ്, അങ്ങനെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കോൺസെന്റ്, അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അങ്ങനെ ഉള്ള റെക്കോർഡുകളുടെ എണ്ണം, number of medical records having incomplete and or improper consent divided by number of discharges and death. അവിടെ ഡിസ്ചാർജ് ആയിപ്പോയ പേഷ്യൻസിന്റെ എണ്ണവും ഡെത്ത് സംഭവിച്ച പേഷ്യൻസിന്റെ എണ്ണവും കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. ഇനി അടുത്തത് നോക്കി, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. കേട്ടിട്ടുണ്ടോ സ്റ്റോക്ക് ഔട്ട്? എന്താ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്? സ്റ്റോക്ക് ഔട്ട് ആവുന്ന എന്താ, മരുന്നില്ലാത്ത അവസ്ഥ, സ്റ്റോക്ക് നിലവിൽ തീരുന്നു. ഓക്കെ എന്താ പറയാ, ഇല്ലാത്തൊരവസ്ഥ. നമുക്ക് ചില മരുന്നുകളൊക്കെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നിലവില് അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇതാണ് നിലവില് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ, സ്റ്റോക്ക് ഔട്ട്. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി മരുന്നുകളുടെ സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ എങ്ങനെയാ? ഈ സ്റ്റോക്ക് ഔട്ട് ഈസ് ആൻ ഇവന്റ് വിച്ച് ഹാപ്പൻ വെൻ ആൻ ഐറ്റം ലിസ്റ്റഡ് ഈസ് ആൻ എമർജൻസി മെഡിക്കേഷൻ ബൈ ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് അവൈലബിൾ അപ് ടു റിക്വസ്റ്റഡ് റിക്വയർമെന്റ്
അപ്ഡേറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുകൾ അത് ഈ നിലവിൽ ലഭ്യമല്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എമർജൻസി മെഡിസിൻ ആണ്. അപ്പൊ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവണം. അവിടെ എമർജൻസി ആണ്. അപ്പൊ അത് അങ്ങനെ അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ. നോക്കിയേ, ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്. അവിടെ മരുന്നുകളിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി ഡ്രഗ്സിന്റെ എണ്ണം. ഓക്കെ, divided by number of drugs listed as emergency drugs in a hospital formulary into 100. അവിടെ into ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് എമർജൻസി മരുന്നുകളായിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുണ്ടല്ലോ, അതില് നമ്മള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ എണ്ണം നോക്കാം. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ എണ്ണത്തെ മൊത്തം എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത മൊത്തം ഡ്രഗ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. മനസ്സിലാവല്ലേ? ഒരു ഹോസ്പിറ്റലിൽ അപ്പൊ ഫാർമസിയിലാണെങ്കിൽ എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് മരുന്നുകൾ ഉണ്ടാവും. അതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും, ചിലപ്പോ കുറച്ച് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. അപ്പൊ അതിന്റെ പെർസെന്റേജ് കാണുന്നത് ആ എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുകളിൽ സ്റ്റോക്ക് ഔട്ട് ഉള്ള മരുന്നുകളുടെ എണ്ണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? മൊത്തം എമർജൻസി ആയിട്ട് എമർജൻസി ഡ്രഗ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിയേ, 27. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 27. ഓക്കെ, 27 പറയട്ടെ. ഓക്കെ, വേഗം തീർക്കാലോ നമുക്കത്. നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. കേട്ടിട്ടുണ്ടോ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ? എന്താ മോക്ക് ഡ്രില്ല്? ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേ, മോക്ക് ഡ്രിൽ എന്താ? കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫയർ മോക്ക് ഡ്രില്ല്, ഡിസാസ്റ്റർ മോക്ക്, ഡെമോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? ബ്ലൂ ഡ്രില്ല്, കോഡ് ബ്ലൂ ഡ്രില്ല്, ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല് എന്നൊക്കെ. എന്താ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാല്? ഈ എമർജൻസി ഒക്കെ വരുന്നത്, അതായത് പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തം, അതിനെ നേരിടാനുള്ള പരിശീലനമാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ നേരിടാനുള്ള പരിശീലനം, ട്രെയിനിങ് കൊടുക്കില്ലേ? ഇപ്പൊ ഫയർ മോക്ക് ഡ്രിൽ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വന്നതാണ് ഈ സുനാമി, ഫ്ലഡ്, ഇതിങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന, നേരത്തെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കും. ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഏതാണ് ഫയർ ഡിസാസ്റ്റർ മോക്ക് ഡ്രില്ല്, ഡിസാസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ നേരിടാം, അതിന് കൊടുക്കുന്ന ഒരു പരിശീലനം, അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞേട്ടോ. നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ എന്താ പറഞ്ഞേക്കുന്നത്? മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ നേരിടാനുള്ള പരിശീലനം. ഇവിടെ നോക്കിയേ, മോക്ക് ഡ്രിൽ ഈസ് എ സിറ്റുവേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർനെസ് if for any type of event, ഏതായിക്കോട്ടെ, ഇപ്പൊ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, മറ്റുള്ള ഫ്ലഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തന്നെയുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളാവട്ടെ, എന്ത് സംഭവങ്ങളാണെങ്കിലും അതിനെ പെട്ടെന്ന് നേരിടാൻ വേണ്ടി കൊടുക്കുന്ന പരിശീലനം, അത്ര ഡിസാസ്റ്റർ. ഓക്കെ, ഡിസാസ്റ്റർ ആയിക്കോട്ടെ, എന്തായാലും
ഒക്കെ നേരിടാം. ഒരു ഡെമോ ക്ലാസ് അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ കണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട് മോക്ക് ഡ്രിൽ ഈസ് എ സിറ്റുവേഷൻ സ്റ്റിമുലേഷൻ. സിറ്റുവേഷൻ അല്ല കേട്ടോ, സ്റ്റിമുലേഷൻ ആണ്. സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് സംഭവങ്ങൾ വന്നാലും അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം, അതാണ് മോക്ക് ഡ്രിൽ. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ ഡിസാസ്റ്റർ. അതൊരു സംഭവമാകാം അല്ലെങ്കിൽ ഒരു ദുരന്തമാകാം, disaster ആവാം. This is basically a dry run or preparedness drill. For example, ഫയർ മോക്ക് ഡ്രില്ല്. പെട്ടെന്ന് തീപിടുത്തം വന്നു, അപ്പൊ അതിന് നമുക്ക് നേരിടാൻ എന്തൊക്കെ പരിശീലനം കൊടുക്കാറുണ്ട്. ഡിസാസ്റ്റർ ഡ്രില്ല്, കോഡ് ബ്ലൂ ഡ്രില്ല്. പക്ഷെ മെഡിക്കൽ എമർജൻസി ആണ് കേട്ടോ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ എമർജൻസി, കാർഡിയാക് ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്. കാർഡിയാക് ഹൃദയസ്തംഭനം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് അതിനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ പ്രൈമറി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനൊക്കെ വേണ്ടി നമ്മൾ CPR-ന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് കോഡ് ബ്ലൂ ഡ്രില്ല്. കാർഡിയാക് ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്, ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ എമർജൻസിയിൽ കൊടുക്കുന്ന എന്തൊക്കെ കൊടുക്കാം അതിനുള്ള ട്രെയിനിങ്. ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രില്ല്, പകർച്ചവ്യാധികള്, ആഗോള തരത്തിലുള്ള പകർച്ചവ്യാധികളെ തടയാൻ വേണ്ടി കൊടുക്കുന്ന പരിശീലനം ഇതൊക്കെ. ദെൻ അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടില്ല, അതൊന്നും നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെച്ചോ കേട്ടോ. ആ പ്രിന്റ് നോട്ടിന്റെ താഴെ തന്നെ സ്ഥലം ഉണ്ടല്ലോ നിങ്ങൾക്ക് എഴുതാൻ, ഒന്ന് എഴുതി വെച്ചേരാ ഫോർമുല. നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ ഇവിടെ പ്രിന്ററിലില്ല. നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നതില് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓൾറെഡി PDF തന്നതിലില്ല. ഓക്കെ, ഒന്ന് എഴുതി വെച്ചോ അവിടെ. ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ്, total number of variations observed, OBSERVED, observed in a mock drill. Total number of variation observed in a mock drill. Total number of variation observed in a mock drill divided by total number of ഇതുവരെ ഉണ്ടെന്നാണ് അല്ലെ. ബാക്കിന്റെ അതിന്റെ ഡിനോമിനേറ്റർ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതുണ്ടെന്ന ഫോർമുലയുടെ. അപ്പൊ അത് ചിലപ്പോ പ്രിന്റഡില് വല്ല പ്രശ്നമായിരിക്കും. അപ്പൊ അതിന്റെ ഡിനോമിനേറ്ററും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത് പേജിൽ 24 മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരണ്ട. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. ടോട്ടൽ number of observation made into 100. Total number of observation made into 100. Clear ayo? Okay. Total number of observation made into 100. Okay. അടുത്ത് നോക്കി, പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യന്റിന്റെ വീഴ്ചയുടെ എണ്ണം. ഫോൾസ് പെർ 1000 പേഷ്യന്റ്. 1000 ദിവസം കൊണ്ട് ഹോസ്പിറ്റലില് സംഭവിക്കുന്ന വീഴ്ചയുടെ എണ്ണം. എത്ര പേഷ്യന്റ് അതില് ഫോൾ റേറ്റ് വീഴ്ച വരുന്നുണ്ട്, രോഗിയുടെ വീഴ്ചയുടെ റേറ്റ് ആണ്. നോക്കി, ഇപ്പൊ എന്തെങ്കിലും വീഴ്ചയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചിട്ടൊക്കെയാകാം. എന്തായാലും നമ്മള് പേഷ്യൻസിന്റെ ഫോൾ റേറ്റ്. ഇപ്പൊ ഒത്തിരി പേഷ്യൻസ് വന്ന് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുന്നില്ല. നോക്കി, a fall is defined as loss of upright പൊസിഷൻ. ഫോൾ എന്ന് പറഞ്ഞ എന്താ, വീഴ്ച എന്ന് പറഞ്ഞ എന്താ, നമുക്ക് അപ്രൈറ്റ് നേരെ നിൽക്കാനുള്ള നമ്മുടെ നേരെയുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു. അപ്പോഴല്ലേ നമ്മൾ മറിഞ്ഞു വീഴുന്നത്. നേരെ നിൽക്കാനുള്ള ഒരവസ്ഥ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അതാണ് ഫോൾ എന്ന് പറയുന്നത്.
നമുക്ക് നേരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരെ നിൽക്കാലോ. നേരെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? വീഴുക എന്നുള്ളതല്ലേ മീനിങ് fall rate എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, a fall rate is defined as a loss of upright position that result in landing on the floor. അതിന്റെ ഫലം എന്താ? നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ എന്താ? അതിന്റെ റിസൾട്ട് ഇൻ ലാൻഡിങ് ഓൺ ദ ഫ്ലോർ, ഫ്ലോറിൽ വീഴും അല്ലെ? ഓർ ഗ്രൗണ്ട് ഓർ ആൻ ഒബ്ജക്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്കോ ഒരു ഗ്രൗണ്ടിലേക്കോ തറയിലേക്കോ ഒക്കെ വീഴാം. ഓർ ഫർണിച്ചർ or a sudden uncontrolled uni-intentional, no purposeful downward displacement of the body to floor or ground or hitting another object like a chair or a stair-ലോ തട്ടി വേണമെങ്കിൽ താഴേക്ക് വീഴാം. അങ്ങനെയുള്ള ഒരു സംഭവം. It is an event that ends in a person coming to rest unknowingly on the ground or a floor or other lower level. പല പറഞ്ഞേക്കുന്നേ, നമ്മുടെ നേരെ നിൽക്കാനുള്ള ഒരവസ്ഥ നഷ്ടപ്പെടുന്നു. ഒരു വസ്തുവിലോ ഫർണിച്ചറിലോ ഒക്കെ തട്ടി അത് വീഴുന്നതിനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാത്ത താഴേട്ടുള്ള വീഴ്ച. നമ്മളത് നേരത്തെ വിചാരിക്കുന്ന കാര്യമല്ല, അൺഇന്റൻഷനൽ ആണ്. നമ്മളെന്താ? അൺകൺട്രോൾഡ് ആണ്, നമ്മുടെ നിയന്ത്രണത്തിനുള്ളതല്ല. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും തട്ടി വീഴാം അല്ലെ? അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മനഃപൂർവ്വം അല്ലാത്ത ഒരു കാര്യമാണ് താഴേക്ക് വീഴുന്നതിനുള്ള ഒരു ഇതിന് കാരണമാകാം. അപ്പൊ നമ്മൾ നിലത്തോ കസേരയിലോ ഓടിപ്പടി പോലുള്ള മറ്റുള്ള വസ്തുക്കളിൽ ഹിറ്റ് ചെയ്യുക, ഇടിക്കോ, ഒരു വ്യക്തി അറിയാതെ തന്നെ നമ്മൾ തറയിൽ റെസ്റ്റ് എടുക്കുന്ന ഇതിനെയാണ് വരുന്ന സമയമാണ് എന്ന് പറഞ്ഞ fall rate എന്ന് പറയുന്നത്. It is an event that ends in a person coming to rest. റെസ്റ്റിലേക്ക് വരുന്ന ഇതാണ് unknowingly, അറിയാതെ തന്നെ on the ground or floor or other lower level. എങ്ങനെയാ കണ്ടുപിടിക്കാം? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ്, അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 1000. അപ്പൊ 1000 പേഷ്യന്റ് എന്ന് പറയല്ലോ. അപ്പൊ 1000 ദിവസങ്ങളിൽ എത്ര പേഷ്യൻസ് അവിടെ വീഴുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്താ വീഴുന്നുണ്ട്? മനഃപൂർവ്വമായിട്ട് അവർ വീഴുന്നതല്ല പറയുന്നുണ്ട്. മനഃപൂർവ്വം അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും വസ്തുവിനെ ഇടിച്ചോ തട്ടിയൊക്കെ എന്തെങ്കിലും ഇതുകൊണ്ട് വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം. ഇതാണ് നമ്പർ ഓഫ് പേഷ്യൻസ് ഫോൾ. അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ്. അവിടെ മൊത്തം വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് 28. ഓക്കെ, 28. ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ 28 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ടിക്ക് ഇട്ടതേ ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ന് 14 നോട്ട് ചെയ്ത് നോക്കി, കറക്റ്റ് അല്ലേ? 14, 16, 17, 19, 21, 23, 24. 24 അടുത്ത് 28. ഓക്കെ, 28. ഇത്രയും മതി. അപ്പൊ ഇത്രയും ഫോർമുലാസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം പഠിക്കണം. ഇനി 4 കൂടി ഉള്ളൂ. അതും അടുത്ത ജോബ് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. പിന്നെ നിങ്ങൾ ഒരു ചാപ്റ്റർ ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചേരും കേട്ടോ. അത് എത്രാം തീയതി നോക്കില്ല, ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ചാപ്റ്റർ. ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏതാണ് പറയണ്ടേ? നമ്മൾ ടിക്കറ്റതാണോ പറയാൻ പറഞ്ഞത്? ടിക്കറ്റതാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞതാ. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തിട്ടോ, ആ നമ്പർ ഒന്ന് എഴുതി വെച്ചാലും മതി. എന്നിട്ടൊന്ന് ടിക്കറ്റോ 40, 16, 17, 19, 21, 23, 24, then 28. Clear അല്ലേ? 28.
20 ഞാൻ പറഞ്ഞോ? 20 പറഞ്ഞില്ലല്ലോ. 20 പറഞ്ഞില്ല. 21 ആട്ടോ അവിടെ പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ഞാൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് ക്ലിയർ തരാം കേട്ടോ. ക്ലിയർ ചെയ്ത് തരാം. കഴിഞ്ഞിട്ട് പിന്നെ 23 പറഞ്ഞത്. അത് ലാസ്റ്റ് ഒന്നുകൂടി അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് 4 കൂടി ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സില് 22 ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരിയാണ്. 21 അല്ലേ പറഞ്ഞത്? 21, 70, 90, 21, 23 കേട്ടോ. 23, 24, 28. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയിട്ട് 3 ഉള്ളൂ. അതും റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ലാസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി ആദ്യം മുതലുള്ളത് ഒന്നുകൂടി ചെയ്യാനുള്ളത് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.